നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇന്നുണ്ടല്ലോ, അത് ശരിക്കും ഇന്നല്ല, ഇന്നലെയാണ്. അതെ, ഇത് ഇന്നലത്തെ വ്ളോഗാണ്. ഒരു അഡ്വാൻസ് ബർത്ത്ഡേ സർപ്രൈസ് സെലിബ്രേഷൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ്. കോളേജിലേക്ക് TC വാങ്ങാനെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ 2 സന്തത സഹചാരികൾ. അങ്ങനെ രാവിലെ ഉടുത്തൊരുങ്ങി ഇറങ്ങി. രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇവരെ വീണ്ടും കാണുന്നത്. അതിൻ്റെ ആഘോഷങ്ങളും തിമിർപ്പും കഥ പറയലൊക്കെ ജോളിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തുന്നത് വരെ ഈ വ്ളോഗ് എടുക്കുന്നുണ്ടോ എന്ന് ഓർമ്മ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് എടുക്കാനേ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ കോളേജത്തെ ഒരു ക്ലിപ്പിങ്സും ഇതിലില്ല. കുറച്ച് നേരം അവിടെ സന്തോഷമായിട്ട് ആർത്തുല്ലസിച്ച് പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഞങ്ങൾ 4 പേരും കൂടിയപ്പം പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്ത ഓപ്പൺ സ്റ്റേജ് ഞങ്ങളുടെ വക എന്തേലുമൊക്കെ കൊടുത്തിട്ട് വന്നാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഞങ്ങളൊരു ചെറിയ ഡാൻസ് അങ്ങ് കളിച്ചു. പിന്നെ ഞങ്ങളായതുകൊണ്ട് പറയല്ല, സ്പോർട്ട് കോറിയോഗ്രാഫിയിലും സ്പോർട്ട് കളിക്കുന്നതിലും ഞങ്ങൾ ഭയങ്കര പുലികളാണ്. അല്ല, ഞങ്ങളെപ്പറ്റി തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് TC ഒക്കെ വാങ്ങി ടീച്ചേഴ്സിനൊക്കെ കണ്ട് ആവോളം സംസാരിച്ച് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി. വല്ലപ്പോഴും കാണുന്നതല്ലേ, വെള്ളരിക്കുണ്ട് ഇറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവരെന്നെ പിടിച്ച് വലിച്ച് അവിടെ ഇറക്കി. അങ്ങനെ അവിടെ ഇറങ്ങി ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിരിക്കുമ്പം വരുന്നു വെയിറ്റർ ചേട്ടൻ. കേക്ക് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചിട്ട്. സർപ്രൈസ് ആവുന്നതിന് 5 മിനിറ്റ് മുന്നേ സർപ്രൈസ് പൊളിഞ്ഞു പോയ വിഷമത്തിൽ അമ്മവും ശ്രാവ്യയും തലയാട്ടി. എൻ്റെ കവളത്ത ബ്ലഷായി തുടുത്ത് നിൽക്കുന്നത് പ്രതീക്ഷിക്കാതെ കിട്ടിയ സർപ്രൈസിൻ്റെ സന്തോഷമാണ്. അങ്ങനെ സന്തോഷമായിട്ട് അവർ ഹാപ്പി ബർത്ത്ഡേ പാടി 2 ദിവസം കൂടിയുണ്ട് ബർത്ത്ഡേക്ക് എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഇന്നൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. ലൈഫിൽ എൻ്റെ പിറന്നാളിന് ഇങ്ങനെയൊക്കെ സർപ്രൈസ് കിട്ടൽ വളരെ വിരളമാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറച്ചധികം സ്നേഹമുള്ളവർ കുറച്ച് പേരൊപ്പമുണ്ട്. അവർ ഇങ്ങനെ പരമാവധി എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.